ശരിക്കും എക്സ്പോർട്ട് ചെയ്തിക്കണ നമ്മൾ എക്സ്പോർട്ട് 2021 വരെ കാറ്ററിംഗ് ബോയ് ആയി നടന്ന ആള് എക്സ്പോർട്ടിങ് കമ്പനി തുടങ്ങി. ഇന്ന് ഏകദേശം എത്ര സിആറിന്റെ റവന്യൂ ഉണ്ടാവും കമ്പനിക്ക്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമുക്ക് സാധാരണ ഈ പോഡ്കാസ്റ്റുമാതിരി ഇങ്ങനെ വലിച്ചു കിട്ടിക്കാണ് വർത്തമാനം പറയാൻ നമുക്ക് നമ്മളെ ഈ പോഡ്കാസ്റ്റിൽ ഇല്ല. എനിക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒതന്റിക് ആവണം എന്ന് വെച്ചാല് വെറുതെ കുറെ ഷോർട്ട് ഇട്ട് അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് പോഡ്കാസ്റ്റ് ഒന്നും വിളിച്ചും വേണ്ട. നമുക്ക് ഇങ്ങനെ ഒരു പറയാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള ഇതിലാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ചായപ്പൊടി നമ്മൾ നേരെ ഫസ്റ്റത്തെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ ശരിക്കും എക്സ്പോർട്ട് ചെയ്തിക്കണ? നമ്മൾ എക്സ്പോർട്ട് ചെയ്തിക്കണേ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇഷ്ടം പോലെ എക്സ്പോർട്ടുകൾ ചെയ്ത്. ഇതിൽ ഏതാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ ചെയ്യുന്നുണ്ട്, പിന്നെ അത് കോക്കനട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒലിവ് ഓയിലിൻ്റെ കേസിൽ നമ്മൾ അതിൻ്റെ ഇതിലാണ് പ്രോസസ്സിങ്ങിലാണ് അതൊക്കെ എടുക്കുന്നത്. ഈ ചോദ്യം ഉണ്ടല്ലോ, ഇത് ഞാൻ കുറേ വട്ടം കേട്ട് കുറേ ആൾക്കാർ നമ്മളോട് നിരന്തരം ചോദിച്ചാൽ എക്സ്പോർട്ട് ചെയ്തിക്കണോ. ഇനി നമുക്കിത് കാണിച്ചു കൊടുക്കാൻ വെച്ചാൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഇപ്പൊ ഇതിങ്ങനെ കാണിച്ചിട്ട് തെളിയിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറി. ഒന്നാമത് ഇതിന്റെ മാത്രമല്ല, ഇനിയിപ്പോ നമ്മള് കാണിച്ചു കൊടുത്തത് തന്നെ ഇനിയിപ്പോ ആണ്. നമ്മള് പിന്നെ ഇതിന് വെറുതെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പോകണം, പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ അതിലൊരു സംഭവം കൂടി ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, എക്സ്പോർട്ട് എന്ന് പറഞ്ഞത് ഒന്നാമത് ഈ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടോ ഫേക്ക് ആണോ എന്നിങ്ങനെ ചോദിക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല്, അത് അത്രയും പണിയുള്ളൊരു പണിയാണ്, അത് ആർക്കും ഇമ്പോസിബിൾ അല്ല എന്നുള്ള അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ട് ഇവിടെ പൊതുവെ എല്ലാവർക്കും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. എന്നാല് നമ്മള് ബയറെ കണ്ടെത്തിയിട്ട് അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ള സംഭവമുള്ളൂ. ഇതിന്റെ നടുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ്, ഇഷ്ടം പോലെ ടീംസ് എല്ലതും ഉണ്ട്. നമുക്ക് ഇതിന്റെ ഇത്ര പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഈസിയാണ് സംഭവം ചെയ്യാൻ. നമുക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമില് ഇഷ്ടം പോലെ ആൾക്കാര് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പോർട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, എക്സ്പോർട്ട് പഠിക്കൽ എങ്ങനെ, കാര്യങ്ങൾ എങ്ങനെ, ഇതാണ്. പക്ഷെ അപ്പൊ അതിലൊരു 90% ആൾക്കാരും വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഈസിയാണ്, കോഴ്സ് ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കണവരും ഉണ്ടാക്കാൻ പറ്റണ കാര്യമാണേനോ വെച്ചിട്ട് ഒറ്റ വോയിസിൽ ഇവർക്ക് റിപ്ലൈ കിട്ടണം. ഒരു എക്സ്പോർട്ടിങ് കമ്പനി 0 5 CR ലെവലിലേക്ക് എത്താനുള്ള റിപ്ലൈ നമ്മളെ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയാ, സിമ്പിൾ ആണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഒരു വോയിസ് കേട്ടുകാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് ഇപ്പം റിംഷാൻ പറയാനുള്ളത്? ഇത് നല്ല ഏത് ബിസിനസ് ആണെങ്കിലും അത് 0 പൊക്കി കൊടുന്ന് ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ടേക്ക് ടൈം എടുക്കും. അതിന് പേഷ്യൻസ് വേണം, പ്ലസ് ഹാർഡ് വർക്ക് വേണം, പ്ലസ് ലക്കും വേണം. ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ വെരി സക്സസ്ഫുൾ സാധനമുള്ളത്. ഇതിൽ എഫേർട്ട് എന്നുള്ള സംഭവമാണ്. ഈ എഫേർട്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും. പിന്നെ അതല്ലേ ഞാൻ പറയാൻ വന്നത്, ഇവിടെ വലിയ ഫേസ് ഇതില്ല. ഇതിലാണ് നമ്മള് കുറെ നേരം പിടിച്ചത്. ഇപ്പൊ ഇപ്പൊ ഞാൻ കറുത്തിട്ടുണ്ടാവും അതില്. കറുപ്പിന്റെ അല്ല, നമ്മള് സൈഡ് ഇങ്ങനെ കാണുമ്പോ, ഇതിപ്പോ മുന്നിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോ ഒരു നാക്ക്. എന്നാ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞോളാം. എക്സ്പോർട്ടിങ് എല്ലാരും ടീ ആണോ എന്ന് വെച്ചാല് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആണോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എക്സ്പോർട്ടിങ്? അതിനെന്തെങ്കിലും സ്കില്ലും ആണോ? എക്സ്പോർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ പറഞ്ഞ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് ചെയ്യാൻ കഴിവുള്ള ആർക്കും എക്സ്പോർട്ട് ചെയ്യാന്നുള്ള സംഭവമാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ എഫേർട്സ് ഉണ്ടാവും. മറ്റേത് നമ്മൾ ഇവിടെ നാട്ടിൽ കച്ചവടത്തിന് ഇറങ്ങണ പകരം ഇന്റർനാഷണൽ കച്ചവടത്തിന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതിന് വഴികൾ വേറെ ആയിരിക്കും. അപ്പോൾ അത് ത്രൂ സഞ്ചരിക്കേണ്ടി വരും. അങ്ങനത്തെ സംഭവങ്ങളേ ഉള്ളൂ.